One is my family with the cows. So we have 200 cows, 2 kilometers far from here. Another family is cheesemaker. So cheesemaker experience and the good quality of the milk. Every day we work only for Parmigiano Reggiano. ഹായ് ഹലോ, ഇത് ഞാൻ ഇറ്റലിയിൽ പർമ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഡയറി ഫാമിൽ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. ഇത് അവിടെ ഞാൻ ഒരു ക്ലാസ്സിനാണ് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പോയപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റായി. എനിക്ക് ബസ് കിട്ടിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. ഓൾറെഡി ക്ലാസ്സൊക്കെ തുടങ്ങിയായിരുന്നു. ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എബൌട്ട് ചീസ് മേക്കിംഗ്. അവരുടെ ഒരു ഡയറി ഫാം ഉണ്ട് വിത്ത് 200 ക്രൗസ്, 200 പശുക്കളുണ്ട് അവർക്ക്. അപ്പോൾ അവർ ഫാമിലി ഓൺഡ് ബിസിനസ് തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അവർ ചീസ് മേക്കിങ്ങും കൂടി നടത്തുന്നു. അപ്പോൾ അതൊരു വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആക്കി മാറ്റി, ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റി. എന്നിട്ട് അങ്ങോട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ തലേദിവസമോ ഒരു 2 ദിവസം മുമ്പേ ഒക്കെ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യണം. സീറ്റ് ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇത് ചീസ് മേക്കിങ്ങിൻ്റെ വീഡിയോസും അതിൻ്റെ ഫുൾ ഇൻഫർമേഷനൊക്കെ അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കേട്ട് നോക്കും. ഈ ചീസ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര സംഭവം അല്ല കേട്ടോ. വളരെ ശ്രദ്ധയോടുകൂടെ വളരെ അധികം നമ്മൾ ഇൻപുട്ട് അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ടൈം, ഇഫോർട്ട്, പിന്നെ നമ്മുടെ ശ്രദ്ധ എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. നിസ്സാര പരിപാടിയല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇതിന് ഹൈ ക്വാളിറ്റി മിൽക്ക് വേണം. അവർ ഇന്ന പശുക്കളിൽ നിന്ന്, അതായത് ഈ ചീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെ അവർ പ്രത്യേകമായിട്ടുള്ള വെറൈറ്റീസ് ഓഫ് കൗസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മിൽക്ക് മാത്രമേ അവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യുള്ളൂ, വേറൊരു മിൽക്ക് യൂസ് ചെയ്യില്ല. അപ്പോൾ അത് അത്രയ്ക്ക് സ്പെസിഫിക് ആണ്. എന്നാലേ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ, ടേസ്റ്റ് ആൻഡ് ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അവർ ചീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഈ ചീസ് ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ അകത്ത് പ്രോട്ടോകോൾസ്, ഇത്ര നേരം കടയണം, ആ പാലിങ്ങനെ മിക്സ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്ര സമയം ആ പാല് റെസ്റ്റിന് വെക്കണം, എന്നാലേ ആ ഒരു ക്ലൗഡി ഫോർമേഷൻ വരുള്ളൂ. അതായത് നമുക്കിപ്പോൾ പാലിൽ ആട വരില്ലേ, അതേപോലെ തന്നെ ആട വന്ന് അതിൽ നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്ത് എന്നിട്ടാണ് അവർ ചീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രോസസ്സുണ്ട്, ഏജിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അതായത് ചീസ് ഉണ്ടാക്കിയെടുത്തിട്ട് സ്റ്റോർ ചെയ്യുക. ആ സ്റ്റോർ ചെയ്ത് അത് ഫെർമെൻ്റ് ആവുന്നതനുസരിച്ചാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. മൈക്രോബിയൽ ആക്ഷൻ അതിൻ്റെ അകത്ത് വന്ന് അതിൻ്റെ അകത്ത് മാക്സിമം ടേസ്റ്റ് വരുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിനാണ് ഏജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏജിങ് പ്രോസസ്സും കൂടി കഴിഞ്ഞ് അത് എത്രത്തോളം അവർ ഓരോ ചീസിനും ഓരോ ഏജിങ് ഒരു കാല അളവുണ്ട്. ഇപ്പോൾ ഇന്ന വെറൈറ്റി ഓഫ് ചീസിന് ഇത്രയും ദിവസം ഇങ്ങനെ വയ്ക്കണം.